ഹായ് ഫ്രണ്ട്സ്, ദി കനേഡിയൻ മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ കാനഡയിലേക്കുള്ള ഒരു ജേണി, നമ്മളെങ്ങനെ ഈ ഒരു പ്ലാനിലെത്തി അതൊക്കെ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കമൻറ്റ് ബോക്സിലൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി നിങ്ങളുടെ IELTSൻ്റെ ജേണി എങ്ങനെയാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ, കോച്ചിങ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് അതൊന്ന് ചെയ്യാം. ഇൻഡെപ്തായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, കാരണം ഞാനിപ്പോൾ എക്സാം എഴുതിയിട്ടൊരു 1 ഇയറിന് മേളിലായി. അപ്പം നമുക്ക് അത്രയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിലും ഓവറോൾ നമുക്കൊരു എന്താ പറയുക ഐഡിയ നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് അത് തന്നെയാണ്, IELTSൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ നിങ്ങളിപ്പം എബ്രോഡ് പോകാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ, അതിപ്പോൾ കാനഡ ആണെങ്കിലും UK ആണെങ്കിലും ഏത് കൺട്രീസ് ആണെങ്കിലും നിങ്ങൾക്കിപ്പം എന്താ പറയുക, നിങ്ങൾ IELTSൻ്റെ പ്രിപ്പറേഷന് നോക്കുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് നമുക്ക് സെൽഫായിട്ട് പഠിച്ചാൽ മതിയോ, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ തന്നെ പോയി പഠിക്കണമെന്ന് അത് മാൻഡേറ്ററി ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് 2020 ആ ടൈമിൽ കോവിഡ് പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പം നമുക്ക് എന്താ പറയുക, ഇൻ പേഴ്സൺ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല, എല്ലാം ഓൺലൈനായിരുന്നു കോച്ചിങ്. അപ്പോൾ ഞാൻ ചെയ്തതും ഓൺലൈൻ കോച്ചിങ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുമ്പം എനിക്ക് എൻ്റെ മോൾക്ക് ആ സമയത്ത് 8 മാസം പ്രായം, മൂത്ത മോനാണെന്നുണ്ടെങ്കിലും ചെറുതാണ്, അവർ തമ്മിൽ ഒരു 1.5 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് മോൾക്ക് ഫീഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതായിരുന്നു കൺവീനിയൻ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു, അതൊരു 2.5 മാസത്തെ കോച്ചിങ് ആയിരുന്നു. അപ്പോൾ അത് വേറൊരു കാര്യം, ഈ 2.5 മാസത്തെ കോച്ചിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലവർ പറയുന്നുണ്ട് ഒരു 2 ആഴ്ചത്തെ കോച്ചിങ് ഒക്കെ മതിയാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ആവശ്യം എന്താണോ, നമ്മുടെ ലെവൽ എവിടെയാണോ അത് നമുക്കേ അറിയുള്ളൂ. അപ്പം നമ്മളത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ആ ഒരു 2.5 മാസത്തെ കോച്ചിങ് എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഒരു ടൈം, അതായത് നമ്മുടെ ഈ കോച്ചിങ്ങിന് കിട്ടുന്ന ആ ഒരു ടൈമിന് പുറമെ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ ഞാൻ എന്താ പറയുക മാക്സിമം പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പുറത്ത് നമുക്ക് ഇപ്പം ഈ ലിസണിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചിലവർ പറയും നമ്മൾ മാക്സിമം ഇംഗ്ലീഷ് ഫിലിംസ് കാണുക, പാട്ട് കേൾക്കുക, അതൊക്കെ ഒത്തിരി നല്ലതാണ്, ശരിയാണ്. പക്ഷേ എൻ്റെ കേസിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ കുറച്ച് യൂട്യൂബ് ചാനൽസൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് അങ്കമാലിയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവർ അത്യാവശ്യം നല്ല കോച്ചിങ് ആയിരുന്നു തന്നത്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ അങ്ങനെ കുറച്ച് കാനഡ മീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും. ഇങ്ങനെ ഒരു എബ്രോഡ് പോകാനുള്ളൊരു പ്ലാനുള്ളപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ അവർ വഴിയൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെയായിരുന്നു, 2.5 മാസത്തെ. അപ്പം ഞാൻ അതാണ് ചെയ്തത്. ഇവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആദ്യത്തെ ഒരു 1 മന്തോളം രാവിലെ ഒരു എന്താ പറയുക 9 മണിക്കൊക്കെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടാവുമായിരുന്നു. പിന്നെ നമ്മൾ പോകെ കുറച്ചുകൂടെ നമ്മൾ അതിനോട് യൂസ്ഡായി, നമ്മൾ അത്യാവശ്യം സെറ്റായി കഴിയുമ്പോൾ പിന്നെ ടൈം കുറയ്ക്കും. അങ്ങനെയാണ്. അതിൽ എല്ലാ മൊഡ്യൂളും നിങ്ങൾക്കറിയാം 4 മൊഡ്യൂളാണ് IELTSൻ്റെ എന്താ പറയുക എക്സാമിന് വരുന്നത്. അതിൽ ഈ 4 മൊഡ്യൂളും ഇവർ ഒരു ദിവസം തന്നെ പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു. അതിൽ സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവർ എന്താ പറയുക നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈമും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവരാകുമ്പം എല്ലാ ടൈമും നമ്മൾ അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അവർ ചോദിക്കും ഏത് ടൈമാണ് നമുക്ക് സ്പീക്കിങ്ങിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൺവീനിയൻസ്, ആ ഒരു ടൈമിൽ വിളിക്കാമെന്ന് പറയും. എന്താ പറയുക ടീച്ചർ വിളിക്കും. എക്സാമിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മളോട് ആ ഒരു 3 സെക്ഷനും അങ്ങനെ തന്നെ, അതായത് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ തന്നെ സ്പീക്കിങ്ങിൻ്റെ എല്ലാ സെക്ഷൻസും കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് മീഡിയമാണ്, പക്ഷേ സ്റ്റേറ്റ് സിലബസാണ്. എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കിംഗ് ശരിക്കും ചെയ്ത് തുടങ്ങിയത് തന്നെ. നമ്മൾ സ്കൂളിൽ ഇപ്പം എന്താ പറയുക CBSEയിൽ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ പറയും അവർക്ക് മാൻഡേറ്ററി ആണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഫൈൻ ഉണ്ട്, അങ്ങനെയാണ് സ്കൂളിലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരത് യൂസ്ഡാണ്. പക്ഷെ നമ്മുടെ കേസിൽ നമ്മളാകെ
ഇംഗ്ലീഷ് എക്സാമിന് ഇംഗ്ലീഷ് എഴുതും, റൈറ്റിങ്ങിന് നല്ല മാർക്ക് കിട്ടാറുണ്ട്, എക്സാമിന് നല്ല സ്കോർ ഉണ്ടാവും. കാര്യം നമുക്ക് സ്പീക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരണില്ല, നമ്മളതിന് പോയിട്ടുമില്ല. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് മലയാളം പക്ക ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് IELTSന് വേണ്ടിയിട്ടാണ് സ്പീക്കിംഗ് എന്നുള്ളൊരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ചമ്മലുണ്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാനത് ഫസ്റ്റ് ദിവസം ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്ക് ഉള്ളിൽ കണ്ടന്റ് ഉണ്ട്, ഈ പറയുന്ന പോലെ തന്നെ സംഭവം എല്ലാം ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തേക്ക് പോരാനായിട്ട് എവിടെയോ ഒരു ബാരിയർ. അപ്പോൾ അത് പറയുമ്പോൾ ടീച്ചേഴ്സ് പറയും, സ്പീക്കിങ്ങിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ തന്നെ ട്രൈ ചെയ്യണം, നമ്മുടെ പ്രാക്ടീസ് മാത്രമാണ് നമ്മളെ സ്പീക്കിങ്ങിൽ ആ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുള്ളൂ. അത് 100% പെർഫെക്ഷനിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു സ്കോർ മേടിക്കാൻ പറ്റും നമ്മുടെ പ്രാക്ടീസിൽ. അപ്പോൾ ഒരാൾക്ക് നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ടീച്ചേഴ്സിന്. നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും അവർക്കൊരിക്കലും എന്താ പറയുക, നമ്മൾ ട്രൈ ചെയ്യാതെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവർക്ക് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നമ്മളത് പറയുമ്പോൾ അതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരിക, ചെറിയ ചെറിയ ടിപ്പ് പറഞ്ഞു തരിക, അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു രീതി കൂടെ മാത്രമാണ് നമുക്ക് സ്പീക്കിങ് പക്കയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എക്സാമിന് ഓവറോൾ 7 ആയിരുന്നു. സ്പീക്കിങ് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എനിക്ക് പോയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. 7 ആയിരുന്നു എനിക്ക്, ഓവറോൾ 7 ആയിരുന്നു, സ്പീക്കിങ്ങിന് 7 ആയിരുന്നു. എനിക്ക് കുറച്ച് കുറഞ്ഞത് 6.5 റൈറ്റിങ്ങിനാണ് വന്നത്. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഇപ്പം നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണോ പറയണേ, ഞാനീ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് യൂട്യൂബ് ചാനൽസൊക്കെ ആ ടൈമിൽ നോക്കുമായിരുന്നു. പറയുകയാണെങ്കിൽ ആസാദ് യാക്കൂബ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുടെ ചാനൽ, അത് അത്യാവശ്യം നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവുന്ന, പുള്ളി അത്യാവശ്യം നല്ല രസകരമായിട്ട് കുറച്ച് കോമഡിയൊക്കെ കലർത്തിയൊക്കെ പറയുന്ന ഒരു ചാനലാണത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അത്യാവശ്യം നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നും. ഞാൻ അത് കാണുമായിരുന്നു. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് IELTS എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ, അതും അത്യാവശ്യം നല്ല ചാനലാണ്. എസ്പെഷ്യലി നമുക്ക് റൈറ്റിങ്ങിലൊക്കെ ആ മാപ്പിൻ്റെ ആ ഒരു പാട്ടൊക്കെ എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ചാനലൊക്കെ കണ്ടു തുടങ്ങിയ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടി. അവർ കുറച്ച് ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ ഫോളോ ചെയ്ത് പോവായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മുടെ ഈ കോച്ചിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്തു പോവുണ്ടായിരുന്നു. പിന്നെ റൈറ്റിങ്ങിൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളങ്ങനെ ഒത്തിരി എന്താ പറയുക, പല ചാനൽസും അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വേറെ കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അതെല്ലാം കൂടെ ഈ റൈറ്റിങ്ങിൻ്റെ കേസിൽ മാത്രം നിങ്ങളിങ്ങനെ പല എന്താ പറയുക സോഴ്സസിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട് മിക്സ് ചെയ്ത് പഠിക്കാതിരിക്കുക. നിങ്ങളിപ്പം അത്യാവശ്യം നന്നായിട്ട് റിസർച്ച് ചെയ്ത് എന്താ പറയുക, ഒരുപാട് പേരോട് ചോദിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അഭിപ്രായമൊക്കെ ചോദിച്ച് ഗൂഗിളിൽ റിവ്യൂസ് നോക്കി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവർ അത്യാവശ്യം നല്ല ഒരു കോച്ചിങ് സെൻറ്റർ ആണെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും പുതിയ പാറ്റേണും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലുണ്ടാവും. അപ്പം അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ പോയാൽ മതി. പിന്നെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ 4 മൊഡ്യൂളുള്ളതിൽ ഏതിലാണെന്നുണ്ടെങ്കിലും ഇവർ മാർക്ക് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം റൈറ്റിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ടാസ്ക് റെസ്പോൺസ്, പിന്നെ എന്താ പറയുക, ഗ്രാമർ, ലെക്സിക്കൽ റിസോഴ്സ്, വൊക്കാബുലറി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വന്നിട്ടുണ്ടോ എന്നാണ് എക്സാമിനർ നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നോക്കുന്നത്. അതിൽ ഇപ്പം ഒരു എസ്സേ എഴുതുമ്പോൾ അതിപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ ആവണമെന്നില്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്നത്. അതെന്തും ആയിക്കോട്ടെ, അതിലല്ല കാര്യം. നമ്മൾ ഈ മാർക്കിംഗ് ക്രൈറ്റീരിയയിൽ വരുന്ന ആ 4 ക്രൈറ്റീരിയയും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പം നിങ്ങൾ ഈ റൈറ്റിങ്ങിൻ്റെ കേസിലൊക്കെ നിങ്ങൾ എവിടെ പോയാണോ പഠിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് അവരുടെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് അങ്ങനെ പോകാൻ നോക്കുക. ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് മാത്രം ചെയ്യുക. ഇപ്പോൾ പല എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഇപ്പം മക്കാറൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മക്കാറിൻ്റെയൊക്കെ സ്പീക്കിംഗ് ഓൾമോസ്റ്റ് എല്ലാവരും നോക്കുന്നതാണ്. സ്പീക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് മക്കാർ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക ഒരു ഐഡിയ കിട്ടും. കാരണം ഒരു 90-95% മക്കാറിൽ നിന്ന് തന്നെയാണ് സ്പീക്കിങ്ങിൻ്റെ വന്നതായിട്ട് എൻ്റെ ഒരു അറിവ്. ഞാനും മക്കാർ തന്നെയാണ് നോക്കിയിട്ട്, ഞാൻ പുറത്തുനിന്ന് ഒന്നും നോക്കിയിട്ടില്ല, സ്പീക്കിങ്ങിന് മക്കാർ നോക്കിയിട്ടാണ് പോയത്. അതിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഒരിക്കലും ഈ മക്കാറിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെയുള്ള ആൻസേഴ്സ് പഠിച്ചിട്ട് പോയി ബൈ ഹാർട്ട് പറയാതിരിക്കുക. കാരണം അവർക്കറിയാം എല്ലാവരും ഇതൊക്കെ നോക്കുന്നുണ്ട്, ബൈ ഹാർട്ടാണോ പഠിച്ചിട്ട് വന്ന് പറയുന്നതെന്ന് അവർക്കത് മനസ്സിലാവും. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നോക്കി എൻ്റേതായ രീതിയിൽ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ സ്പീക്കിങ്ങിന് പോകുമ്പോഴാണെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മൾ എപ്പോഴും നല്ലൊരു അത് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും നമ്മൾ പറയും നല്ല സ്മൈലിംഗ് ആയിട്ടുള്ളൊരു ഫേസോട് നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നല്ല ലൗഡായിട്ട് തന്നെ സംസാരിക്കുക. പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറവ് എന്നുള്ളൊരു ഫീലിംഗാണ് അവർക്ക് കിട്ടുക. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. പറ്റുകയാണെങ്കിൽ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് പോവുക എക്സാമിന്. അത് ഒരു ചെറിയൊരു ടിപ്പാണ്. അതിൽ എന്താ പറയുക, നല്ലതാണെന്നാണ് പൊതുവെ എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് പോയാൽ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ മെമ്മറിക്കും നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ കുറച്ചുകൂടി ഷാർപ്പാവും എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ടിപ്പാണ്. നമുക്ക് IELTSനല്ല, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനാണെങ്കിൽ എക്സാമിനാണെങ്കിലൊക്കെ പോകുമ്പം ചോക്ലേറ്റ്സ് ഒക്കെ, എസ്പെഷ്യലി ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിമം നമ്മളിത്ര പൈസയൊക്കെ കൊടുത്തിട്ട് എക്സാം എഴുതാൻ പോകുന്നത്, അപ്പോൾ എങ്ങനെയെങ്കിലും പാസ്സാവാനാണല്ലോ എല്ലാവരും നോക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടിക്കൈകളൊക്കെ അതൊക്കെ ചെയ്തെന്ന് വെച്ചാൽ വേറെ ദോഷമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ മാക്സിമം ഇങ്ങനെ IELTS റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ട്രൈ ചെയ്തു. അങ്ങനെയൊക്കെ എനിക്ക് പറ്റുന്ന സമയമൊക്കെ ഞാൻ മാക്സിമം ഇംഗ്ലീഷ് തന്നെ എന്താ പറയുക, നമ്മൾ മാക്സിമം അതുമാത്രം ലിസൺ ചെയ്യാനൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ. അപ്പം പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ റീഡിങ്ങിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും എന്താ പറയണേ, നമ്മൾ ഒരിക്കലും ഒരു പാസേജ് കിട്ടിക്കഴിയുമ്പോൾ അത് അങ്ങനെ ഇരുന്ന് വായിച്ച് അതിൻ്റെ മീനിങ് ഫുള്ള് ബൈ ഹാർട്ടാക്കി വേർഡ് ബൈ വേർഡ് അല്ലെങ്കിൽ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യരുത്. അത് മണ്ടത്തരാണ്. കാരണം എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഒന്നാമത് നമ്മൾ എക്സാം എഴുതാൻ കയറുമ്പം നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാൾക്കാണെങ്കിലും ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. എൻ്റെ കേസിൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും അത് സെറ്റായി, അത് ഓക്കെ ആയിക്കോളും. പക്ഷേ എങ്കിലും നമുക്ക് ഓരോ മൊഡ്യൂൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്കുള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എക്സാമിന് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ടൈം സേവ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പാകത്തിന് നമ്മൾ ട്രൈ ചെയ്ത് അങ്ങനെ ശീലിക്കുക. അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും റീഡിംഗ് ഒക്കെ എപ്പോഴും കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓടിച്ച് നോക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട് സ്കിമ്മിങ്, സ്കാനിങ്, അങ്ങനെ ഓരോ ടെക്നിക്സൊക്കെ. വേറെ ഒന്നുമല്ല, നമ്മൾ കിട്ടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് മാക്സിമം എടുത്തിട്ട് അതൊന്ന് ഓടിച്ച് വായിക്കുക. എന്താണ് അതിലെ മെയിൻ തീം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ നമ്മൾ വേർഡ് ബൈ വേർഡ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യരുത്, അത് മണ്ടത്തരാണ്. അങ്ങനെ നോക്കിയിട്ട് ഡയറക്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ഞാൻ ചെയ്ത എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കാൻ നോക്കുക. അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ കിട്ടുന്ന വഴി നിങ്ങൾ അത് ഫുൾ പഠിച്ച് അതിൽ നിന്ന് ഇതിലേക്ക് ആൻസേഴ്സിലേക്ക് വരാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ടൈം നിങ്ങൾക്ക് കിട്ടില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. സ്കാൻ ചെയ്ത് പോകാമെന്നൊക്കെ നമ്മൾ കോച്ചിങ്ങിന് അവർ പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു ടെക്നിക്സൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ റീഡിങ്. പിന്നെ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു പാസേജ് ആയിരുന്നു. നമ്മൾ കാര്യം പ്രാക്ടീസ് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് 8, 8.5, 9 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം വിചാരിച്ച കയ്യിൽ നിന്ന് പോയി. ഈ ഒരു മൊഡ്യൂളിന് മാത്രം പോയല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ അന്ന് എക്സാമിന് കൊണ്ടുപോയത് ഹസ്ബൻഡാണ്. അപ്പോൾ പിള്ളേർ രണ്ടുപേരും ചെറുതാണ്. അപ്പം അവരെ വീട്ടിലാക്കിയിട്ട് ചേട്ടൻ എക്സാമിന് കൊണ്ടുപോയി. കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സങ്കടം വന്നു. കാരണം അത്ര എഫേർട്ട് എടുത്തിട്ട് പഠിച്ചതാണ്. കോച്ചിങ് 2.5 മാസം കുഞ്ഞുമക്കളെയൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ എക്സാം എഴുതുന്നതാണ്, പോവും എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല സങ്കടമായി. അപ്പം ഞാൻ കഴിഞ്ഞ് വന്നപ്പം ടീച്ചേഴ്സിനോടാണെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു, ആ ഒരു മൊഡ്യൂള് റീഡിങ് എനിക്ക് ടഫായിരുന്നു. ആ ബാച്ചിൽ ഞങ്ങളുടെ കൂടെ എഴുതിയ എല്ലാ ഫ്രണ്ട്സിനും ടഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം IELTSന് സ്കോർ പോവുമല്ലോ, കിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ അവരൊക്കെ കോൺഫിഡൻ്റ് ആയിരുന്നു, നിനക്ക് കിട്ടും, വിഷ്ണുവിന് കിട്ടും, പേടിക്കേണ്ട, അങ്ങനെയൊക്കെ ഒരു ധൈര്യമൊക്കെ തന്നു. ദൈവഭാഗ്യത്തിന് റിസൾട്ട് വന്നപ്പം റീഡിങ്ങിനും കുഴപ്പമില്ല, എല്ലാത്തിനും വലിയ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. ഓവറോൾ 7 ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പം
സ്പീക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ ഈ മക്കാർ ഫോക്കസ് ചെയ്തിട്ട് നോക്കുക. അവരുടെ സൈറ്റിൽ ഓരോ ടൈം ഫ്രെയിമിലേക്ക്, അതായത് ഇപ്പം 2020 ആണെങ്കിൽ ഡിസംബർ ടു ഇത്ര മാസം വരെയുള്ള ആ ഒരു ടൈം ഫ്രെയിമിലേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അവരതിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ ഇത് മാത്രം പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിലല്ല ഒന്നും, എങ്കിലും ഭൂരിഭാഗം ഒരു 90-95% ഇതിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് പരിചയമുള്ള എല്ലാവരോടും ഇത് തന്നെ ചോദിച്ചിട്ടുള്ളൂ. ഇൻ കേസ് ഇനി പുറത്തുനിന്ന് വന്നാൽ തന്നെ നമ്മളങ്ങനെ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ നമ്മൾ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മുടെ GKയോ ഒന്നുമല്ല അവരവിടെ നോക്കുന്നത്, നമ്മുടെ ലാംഗ്വേജാണ്, നമ്മുടെ ഫ്ലുവൻസി, നമ്മുടെ വൊക്കാബുലറി, ഇതൊക്കെയാണ്. ഈ ഫ്ലുവൻസി എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ബ്രിട്ടീഷ് ആക്സെൻറ്റോ നമ്മുടെ അമേരിക്കൻ ആക്സെൻറ്റോ ഓസ്ട്രേലിയൻ ആക്സെൻറ്റോ ഇതൊന്നുമല്ല അവരവിടെ നോക്കുന്നത്. നമ്മൾ ഇന്ത്യൻസാണ്, നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പറയുക. നമ്മുടെ ഐഡിയാസ് നമ്മൾ എത്രത്തോളം അധികം ബ്രേക്ക് ആവാതെ ആ ഒരു ഫ്ലോയിൽ എങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരോട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരവിടെ നോക്കുന്നത്. അതിൽ നമ്മുടെ ആക്സെൻറ്റ് അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതോർത്തൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ മുമ്പിൽ നല്ല ലൗഡായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ സ്പീക്കിങ്ങിന് അത്രയൊക്കെ തന്നെയാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു തരാനുള്ളൂ. റീഡിംഗ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ടിപ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റിങ്ങും ഇതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. നിങ്ങൾ എവിടെയാണോ പഠിക്കാൻ പോകുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് ആ ഒരു പാറ്റേൺ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പല ടൈപ്പ് എസ്സേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു 7 ടൈപ്സ് ഓഫ് എസ്സേസ്, എല്ലാം ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഓരോന്നിനും ഓരോ രീതിയുണ്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം, അതെല്ലാം നിങ്ങൾ ആ രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ ചെയ്യാം. പിന്നെ നമ്മളിപ്പം എന്താ പറയുക, റൈറ്റിങ്, റീഡിങ്, ലിസണിങ്, സ്പീക്കിങ് അത്യാവശ്യം എല്ലാം പറഞ്ഞു. ലിസണിങ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് പറയും നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസ്, പാട്ടുകൾ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണെന്ന് പറയും. നല്ലതാണ്, പക്ഷേ നമ്മൾ നേരത്തെ ഇതെല്ലാം കേട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട്, ഇപ്പം എൻ്റെയൊക്കെ കേസിൽ ഞാൻ ഈ എക്സാമിന് വേണ്ടിയിട്ടാണ് ലിസണിങ് ഒക്കെ അങ്ങനെ ഫോക്കസ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ പോയിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ ഒന്നാമത് എനിക്ക് ഈ കോച്ചിങ്ങിന് പുറമെ കുറച്ച് സമയം കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മെയിനായിട്ടും കേംബ്രിഡ്ജിൻ്റെ 14 വരെയുള്ള ആ ടൈമിൽ 14 വരെയുള്ള മെറ്റീരിയൽസാണ് ഞങ്ങൾക്ക് സെൻറ്ററിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സ്ക്ലൂസീവ്ലി ഇത് മാത്രം, ഞാൻ ഈ മെറ്റീരിയൽസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ ലിസണിങ്ങിന്. ഞാൻ അത് തന്നെ ഒരു ദിവസം എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും, ഞാൻ കിടക്കുമ്പോഴാണെങ്കിലും ഉറങ്ങാൻ പോകുന്ന ടൈമിലാണെങ്കിലും ഒക്കെ യൂട്യൂബിൽ നിന്നോ അങ്ങനെയൊക്കെ ഈ മെറ്റീരിയൽസ് ലിസൺ ചെയ്യാറുണ്ട്. ഞാൻ മാക്സിമം സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമാണ് ലിസണിങ്ങിന് വേണ്ടിയിട്ട്, അല്ലാതെ പുറത്തുനിന്ന് ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. അത് ചെയ്യരുതെന്നല്ല, ചെയ്യേണ്ടെന്നല്ല, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, പക്ഷേ എനിക്കതിന് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി കേംബ്രിഡ്ജിൻ്റെ മെറ്റീരിയൽസ് മാത്രമാണ് ലിസണിങ്ങിനും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ IELTSൻ്റെ പ്രിപ്പറേഷനെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പം നിങ്ങളിപ്പം സെൽഫായിട്ട് പഠിക്കാനായിട്ടാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട്, സിറ്റുവേഷൻസ് എല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ക നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനി ഇംഗ്ലീഷിൽ ശരിക്കും എല്ലാ സ്കിൽസും കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരാളാണ്, ഒരു ആവറേജ് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ പോവുക. അവർക്ക് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആ ഒരു ട്രിക്കും ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ അവർക്ക് പറ്റും. പിന്നെ എത്ര ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഒരു എഫേർട്ടാണ് IELTSൻ്റെ സക്സസ് എന്ന് ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് സ്പീക്കിംഗ് പോലുള്ള കാര്യങ്ങളിൽ, സ്പീക്കിംഗ്, ലിസണിങ് ഇതൊക്കെ നമ്മളത്ര യൂസ്ഡ് അല്ല. നമ്മുടെ സാഹചര്യം, വളർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അതിന് കുറച്ചും കൂടി ഒരു ട്രെയിനിങ് വേണം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കോച്ചിങ് സെൻറ്റർ ചൂസ് ചെയ്യുക, മുമ്പോട്ട് പോവുക, അതാണ് ഞാൻ പറയണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസൊക്കെ നമ്മൾ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനിപ്പോൾ പുറത്താണ് ഇരിക്കുന്നത്, അപ്പോൾ കുറച്ച് ഡിസ്ട്രാക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് തന്നെയാണ് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഓൾ എന്നുള്ള ഓപ്ഷൻ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എനേബിൾ ചെയ്തിടുക. എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒട്ടും മിസ് ചെയ്യാതെ പുതിയ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.